കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം എടുത്തുകൊണ്ട് യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും ദാനമായി തന്ന കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. ഈ കോൺഫറൻസിൽ വളരെ പ്രധാനപ്പെട്ട സമയം വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഭാരവാഹികളെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തെ മാനിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ദൈവവചന ശുശ്രൂഷയെ മാനിക്കുന്നത്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെങ്ങുമുള്ള മലയാളി പെന്തക്കോസ്ത് സഭകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വളരെ അനുഗ്രഹീതരായ അഭിഷിക്തന്മാരുടെ നീണ്ട നിര ഇവിടെയുണ്ട്. അവരെല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു, വന്ദനം പറയുന്നു. വിശേഷാൽ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ ഇവിടെയുണ്ട്. റവറൻഡ് ഡോക്ടർ KC ജോൺ, റവറൻഡ് പാസ്റ്റർ ബേബി വർഗീസ്, പാസ്റ്റർ സാം ജോർജ്, പാസ്റ്റർ ഷിബു നെടുവേലിൽ, പ്രിയ ഉണ്ണിച്ചായൻ, പാസ്റ്റർ KM ജോസഫ്, ഇവരെ ഞാൻ പ്രത്യേക ബഹുമാനിക്കുകയും എൻ്റെ വന്ദനം പറയുകയും ചെയ്യുന്നു. ഈ കോൺഫറൻസിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം വന്ദനം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് തിരിയാം. ഇന്നലെ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്തേക്ക് തന്നെ തിരിയാം. 1 പത്രോസ് 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ഇത്ര മനോഹരമായ ഈ കൂട്ടായ്മ ഈ ഡാളസ് പട്ടണത്തിൽ ക്രമീകരിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. ഈ മനോഹരമായ ആരാധനാ സഭായോഗത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ ഇതാ വിനയത്തോടെ അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയ്ക്കുകയും ഞങ്ങളെ നിയന്ത്രിക്കുകയും ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ക്രിസ്തു മൂലക്കല്ലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലാകണം. മാഗ്നറ്റിനോട് ചേർന്നിരുന്നാൽ അതിനും ആകർഷണം ഉണ്ടാവും. ഒരു കട്ടിയുള്ള മാഗ്നറ്റിലോട്ട് ഒരു താക്കോൽ കൂട്ടം ചാടി പിടിക്കും. ആ താക്കോൽ കൂട്ടത്തിലോട്ട് വേറെ ചെറിയ 1-2 താക്കോൽ പിടിച്ചു. അതിലോട്ട് സെപ്റ്റിപ്പിൻ, അതിലോട്ട് മൊട്ടുസൂചി, അതിലോട്ട് കോയിൻ ഒക്കെ പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. കുറെ കിടക്കുമ്പോൾ മൊട്ടുസൂചിക്ക് തോന്നും എൻ്റെ കഴിവാണ്. മുകളിലത്തെ മാഗ്നറ്റിന് എപ്പോൾ പിടിവിടുന്നോ അപ്പം കഥ കഴിഞ്ഞെന്നോർത്തോ. ദൈവം നമ്മെ നിർത്തിയത് കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവം നമ്മെ ഉപയോഗിച്ചത് കൊണ്ടാണ് ജനം നമ്മെ ആദരിച്ചത്. നമ്മളെ ആരെങ്കിലും ബഹുമാനിക്കുന്നെങ്കിൽ ഈ കല്ലുമായിട്ടുള്ള കണക്ഷനാണ്. ജീസസ് ജീസസ്
ജീസസ്. ദൈവസഭയിൽ ഒരാൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നത് അയാളുടെ യൂണിവേഴ്സിറ്റി ബിരുദമല്ല. ദൈവസഭയിൽ ഒരാൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന അയാളുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവസഭയിൽ ഒരാൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന അയാളുടെ ഉടുപ്പിന്റെ വിശേഷതയല്ല. ദൈവസഭയിൽ ഒരാൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്ന അയാളുടെ കളറല്ല, മാഗ്നറ്റിനോട് ചേർന്നിരിക്കുന്നത് കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ സഭായോഗത്തിൽ ദൂത് പറയുക, എന്ത് വിലകൊടുത്തും ചേർന്നിരിക്കുക, എന്ത് വിലകൊടുത്തും കാന്തത്തോട് ചേർന്നിരിക്കുക. നിന്നിൽ ദൈവശക്തി വ്യാപരിക്കുവാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ജീവനുള്ള കല്ലിനോട്. ജീവനുള്ള കല്ലിനോട് ഒട്ടിയിരിക്കുക. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് യേശു പറഞ്ഞില്ലേ? കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എപ്പോഴാ വസിക്കുന്നേ? മുന്തിരിവള്ളി എന്ന ഉപമാനം പറയുമ്പോൾ ക്രിസ്തു മുന്തിരിവള്ളിയാ, നമ്മൾ കൊമ്പ. ആടെന്ന ഉപമാനം പറയുമ്പോൾ യേശു ഇടയനാ, നമ്മൾ ആടാ. വീടെന്ന ഉപമാനം പറയുമ്പോൾ പിതാവ് അപ്പനാ, യേശു ജ്യേഷ്ഠനാ, നമ്മൾ സഹോദരന്മാരാ. കെട്ടിടത്തിലേക്ക് വന്നാൽ അവൻ മൂലക്കല്ല, നമ്മൾ കല്ലുകളാ. ഓരോന്നിനും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്. മുന്തിരിവള്ളിയോടുള്ള ബന്ധത്തിലെ സ്പെസിഫിക്കേഷൻ എന്താണെന്നറിയാമോ? എബൈഡ്സ്, വസിക്കുക. ഞാനൊരു ഭാവന പറയുകയാണ്, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഇന്റർനെറ്റിൽ പോയി കേട്ടിട്ടുള്ളവരേ ഉള്ളൂ, അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഒരു ദിവസം ഞായറാഴ്ച രാവിലെ നിങ്ങൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ചങ്ങനാശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. കേരളത്തിലെ ഭാഷ പറഞ്ഞാലല്ലേ പറ്റുള്ളൂ. നിൽക്കുമ്പോൾ ഒരു മാവിന്റെ കൊമ്പ് അതിലെ നടന്നു പോവുക, മാവിന്റെ കൊമ്പ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക എവിടെ പോവുക? എൻ്റെ ഒറിജിനൽ തടിയിലൊന്ന് വസിക്കാൻ പോവുക. തിരിച്ച് നിങ്ങൾ സഭായം കഴിയുമ്പോൾ മാവിന്റെ കൊമ്പ് തിരിച്ചു വരിക. നടക്കുകയില്ല, അങ്ങനെ ഒരു കാര്യം നടക്കത്തില്ല. പക്ഷെ നമുക്ക് നടക്കും. നമ്മൾ വസിക്കുന്ന ഞായറാഴ്ച, അതിപ്പോ തിങ്കളാഴ്ച വേറെ പഠിക്കും. ഇത് പറ്റത്തില്ലെന്നാണ് മുന്തിരിവള്ളിയും കൊമ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. വസിക്കുക എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച വസിക്കുക എന്നല്ല, തിങ്കളാഴ്ച വസിക്കുക എന്നല്ല, പിരിയാൻ പറ്റാത്ത ബന്ധം. മുറിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? മുറിഞ്ഞു പോയാൽ കർത്തൃവേശം മുടക്കുകയല്ല, ഉണങ്ങിപ്പോകും. മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പ് മാറിയാതിരിക്കണം, പിന്നെ തിരിച്ചു പിടിപ്പിക്കാൻ പറ്റുമോ? കുഞ്ഞെ സഹോദര, ഒറ്റ വഴിയേ ഉള്ളൂ. വീണ്ടും ചേർന്നിരിക്കുക. എങ്ങനെ ഉപവസിച്ചിരുന്ന ആരും മരിച്ചു പോകലുണ്ടോ? ചുമ്മാ നോണ പറയുന്നതാ. കഴിച്ചു മരിച്ച ഒരുപാട് പേരുണ്ട്, ഉപവസിച്ച് മരിച്ച ആരുമില്ല. ഓവറായിട്ട് കഴിച്ചിട്ട് രോഗികളായ ഒരുപാട് പേരുണ്ട്, ഉപവസിച്ചിട്ട് രോഗികളായ ആരുമില്ല. ഉപവാസം നമ്മുടെ കൈമലക, നിർത്തിക്കളയരുത്. വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു ദൈവദാസനുണ്ട്. ഞങ്ങള് പോനാശ്ശേരി പഠിച്ചതാ, ജോണിക്കുട്ടി എന്നാ പേര്, പ്രവാചകൻ. പുള്ളിക്കാരൻ സാക്ഷിപ്പടിയൊക്കെ വന്നിട്ടുണ്ട്. സാക്ഷി പറയുമ്പോൾ പറയും, ഞാൻ കാര്യം കൂടെ കൂടി 12 ക്ലാസ് പഠിച്ചെന്ന്. പുള്ളി 4 കയറ്റിയിട്ടു. പുള്ളി ഒരു വയസ്സുകൊണ്ട് എടുക്കുകയില്ല. പെരുമ്പാവൂർ വന്ന് ഇങ്ങനെ അവിടെ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു കോളിംഗ് ഉണ്ട്, അദ്ദേഹത്തെ എടുക്കണം. സ്വത്രം ഇന്ന് പുള്ളിയെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 2 കൊല്ലം മുമ്പ് പറയണം. ഞാൻ ഇങ്ങനെ പോയത് നമ്മൾ പുള്ളി വീട്ടിൽ വിളിച്ച് 2 ദിവസം പ്രാർത്ഥനയിലിരുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് ഈ പറയുന്ന സാധനം പറയണമെങ്കിൽ ചേർന്നിരുന്നേ പറ്റത്തുള്ളൂ. പുള്ളി എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്റർ, എനിക്ക് എന്നെ തന്നെ വിശ്വാസമല്ല, 40 ദിവസം വീതം ഇപ്പോൾ 12 പ്രാവശ്യം ഉപസിച്ചിരുന്നു. 21 ദിവസം ഇത് എത്ര ദിവസം ഇതെന്ന് അറിഞ്ഞുകൂടാ. പുള്ളിക്ക് ഒരു ക്ഷീണവുമില്ല, പുള്ളിക്ക് ഒരു അസുഖമില്ല. അതിനേക്കാൾ അസുഖം ക്ഷീണം നമുക്കുണ്ട്, കാരണം നമ്മളത്ര ഉപസിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ കാലം മാറിയതുകൊണ്ട് ഈ കാര്യം ഇവിടെ സമൃദ്ധിയാണ്. പക്ഷെ ഈ സമൃദ്ധി നമ്മെ കൊല്ലരുത്.
ഫാസ്റ്റിംഗ് നിർത്തിയിട്ടുള്ളവർ മടങ്ങി വരിക. ദൈവസന്നിധിയിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭക്ഷണം കഴിഞ്ഞ് പ്രാർത്ഥിക്കുക. വസിക്കുവീൻ. ഭാവം വ്യാപരിക്കണമെങ്കിൽ ചേർന്നിരിക്കണം. നമ്മുടെ ഈ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത്, ചാർജ് പോയാൽ പിന്നെ മൊബൈലിനകത്ത് എന്തെല്ലാം സാധനമുണ്ട്, എല്ലാം പോയി. 35,000 ഫോട്ടോ, 45,000 അഡ്രസ്, വാട്സപ്പ്, എന്നാ പിന്നെ ഇതാണ്ടൊക്കെ ഉണ്ട്. എനിക്കെല്ലാം അറിയത്തില്ല. ഇതെല്ലാം കൂടെ ഈ ചോദ്യം കിടക്കുന്നത്. അതിനകത്ത് ബൈബിളും ഉണ്ട്. ഇപ്പൊ ബൈബിള് കൊണ്ടിരുന്നില്ല, കാരണം അതിനകത്ത് ബൈബിൾ ഉണ്ടെന്നാ പറഞ്ഞത്. ആ കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അതിനകത്ത് ബൈബിൾ മാത്രമല്ല. ഞാൻ ഒടുവിൽ പറഞ്ഞു കേട്ടായിരുന്നോ? അതിനകത്ത് ബൈബിള് മാത്രമല്ല. അത് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാതെ വേറൊരാളെ കൊടുക്കാൻ പറ്റുമോ? കേട്ടില്ല അല്ലേ? അത് പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്യാതെ പിള്ളേർക്ക് മൊബൈൽ അപ്പന്റെ മുമ്പിൽ കൊടുക്കാൻ പറ്റുമോ? എന്നിട്ടാണോ അതിനകത്ത് ബൈബിൾ ഉണ്ടെന്ന് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. മൊബൈൽ ചാർജ് കൊടുത്ത് കുത്തി വെച്ചപ്പോ 1-2 പ്രാവശ്യം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തു. പിന്നെ അനങ്ങുന്നില്ല. പ്ലഗ് ലൂസാ. പ്ലഗ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചാർജ് കയറുന്നുണ്ടോ നോക്കണം. സഭായത്തിന് വന്ന് ഹാജര് വെച്ചാൽ പോരാ, മീറ്റിങ്ങിന് വന്ന് ഇരുന്നാൽ പോരാ, പ്ലഗ് ചെയ്യണം. ശരിക്കും ചാർജ് കയറുന്നുണ്ടോ ചെക്ക് ചെയ്തോ. ഇവിടെ ഇരിക്കുമ്പോൾ ചെക്ക് ചെയ്തോ ചാർജ് കയറുന്നുണ്ടോന്ന്. ഈ ആരാധനയിൽ നീ ചാർജ് ആകണം. നിന്റെ അകത്ത് മറന്നു കിടക്കുന്ന ഒരുപാട് ആപ്പുണ്ട്. പിടികിട്ടിയ കാണുമല്ലോ. ഒരുപാട് ആപ്ലിക്കേഷൻ ഇനിയും പുറത്തു വരാനുണ്ട്. ദൈവം ഉപയോഗിക്കേണ്ട ഒരുപാട് ചെറുപ്പക്കാര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒന്നുകൂടെ പ്ലഗ് ചെയ്തോ. നിന്റെ പവർ ഉള്ളതായി വെളിപ്പെട്ട് 2017 ഇന്നുകൂടെ വെളിപ്പെടാത്ത ആപ്ലിക്കേഷൻസ് നിന്നിലൂടെ വെളിപ്പെടണം. ഇന്നുകൂടെ വെളിപ്പെടാത്ത മിനിസ്ട്രി നിന്നിലൂടെ വെളിപ്പെടണം. ഇന്നു വരെ വെളിപ്പെടാത്ത ചില മിനിസ്ട്രി നിന്നിലൂടെ വെളിപ്പെടണം. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചാർജ് കയറുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് നോക്കണം. അപ്പോഴേ ചാർജ് ആകത്തുള്ളൂ. അങ്ങനെ ചാർജ് ചെയ്ത് എടുത്താൽ പിന്നെ 2 ദിവസം ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇത് പോകും. അപ്പൊ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് അപ്പൊ കർത്താവിനോട് ചേർന്നിരിക്കുക വഴിയുള്ളൂ. പിന്നെയും ചേർന്നിരിക്കുക, ഉപവാസത്താൽ ചേർന്നിരിക്കുക, പ്രാർത്ഥനയാൽ ചേർന്നിരിക്കുക, വചനധ്യാനത്താൽ ചേർന്നിരിക്കുക, സുവിശേഷ വേലയാൽ ചേർന്നിരിക്കുക, കൊടുക്കുന്നതിലൂടെ ചേർന്നിരിക്കുക, ക്ഷമിക്കുന്നതിലൂടെ ചേർന്നിരിക്കുക, സ്നേഹിക്കുന്നതിലൂടെ ചേർന്നിരിക്കുക. ഓ ജീസസ്. അങ്ങനെ മാത്രമേ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ പവർ ഉണ്ടെങ്കിൽ ജഡത്തിന്റെ ശക്തി ഉപയോഗിക്കേണ്ട, തന്ത്രങ്ങളൊന്നും ഉപയോഗിക്കേണ്ട, ടെക്നിക്കൊന്നും ഉപയോഗിക്കേണ്ട. പവർ ഉണ്ടെങ്കിൽ അത് അറിയാം. പവർ ഉണ്ടെങ്കിൽ അറിയാം. അതിങ്ങനെ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഓ ജീസസ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. നമ്മള് ജീവനുള്ള കല്ലല്ല, നമ്മൾ വെറും കല്ലാണ്. ആ കല്ലിന്റെ ഒരു ഉപയോഗം എന്നാലും ഞാൻ പറഞ്ഞു, കൊല്ലാൻ ഉപയോഗിക്കും. മറ്റുള്ളവരെ എറിയാനായിരുന്നു പ്രധാന ശുശ്രൂഷ. എന്നാൽ ജീവനുള്ള കല്ലിന്റെ അടുക്ക വന്നപ്പോ എറിയാൻ കൊണ്ടുവന്ന കല്ല് താഴെയുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ ആരെയും പ്രോത്സാഹിപ്പിക്കുന്നവരല്ലായിരുന്നു, ജീവിപ്പിക്കുന്നവരല്ലായിരുന്നു. യേശു പരിചയപ്പെട്ടപ്പോഴാണ് നമ്മൾ പോസിറ്റീവായത്. പരിചയപ്പെട്ടാൽ മാറുന്നത് മീശയല്ല. മീശ മാറുന്നത് നല്ലതാണ്. നേതാക്കൾ അധികം പേര് മീശ വെക്കുന്നില്ലല്ലോ. നമ്മൾ കർത്താവുമായിട്ട് പരിചയപ്പെട്ടാൽ ബിഹേവിയറാ മാറേണ്ടത്. നമുക്ക് മറ്റുള്ളവരെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അതോ കഴിവുള്ളിടത്തോളം ഉപദ്രവിക്കുകയാണോ?
അല്ല അല്ല, ലോകം മറ്റുള്ളവർക്ക് ആശ്വാസം കൊടുത്തത് ആരാ? മിഷണറിമാരാ. മുറിവ് കെട്ടിയത് ആരാ? മിഷണറിമാരാ. ജീവൻ കൊടുത്തത് ആരാ? മിഷണറിമാരാ. സൗഖ്യം കൊടുത്തത് ആരാ? മിഷണറിമാരാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവനുള്ള കല്ലിലേക്ക് കൊണ്ടുവന്നൊട്ടിച്ചത്, ചേർത്തത് മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കാനാണ്. അങ്ങനെ യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുക. സ്തുതിക്കുന്നു. ഞായറാഴ്ച മാത്രമല്ല, തിങ്കളാഴ്ച മാത്രമല്ല, ചൊവ്വാഴ്ച മാത്രമല്ല, എല്ലായ്പ്പോഴും ചേർന്നിരിക്കുക. ജോലിയിൽ ചേർന്നിരിക്കുക, നടക്കുക ചേർന്നിരിക്കുക. വീട്ടിലിരിക്കുമ്പോൾ വർത്തമാനം പറയുമ്പോൾ ജീവനുള്ള കല്ലിൽ നിന്ന് വിട്ടുപോകരുത്. കുറഞ്ഞാൽ നമുക്ക് അറിയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ വലുത് ലോകത്തിലൊന്നുമില്ല. ആ ദൈവശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ശ്രദ്ധിച്ചേ. എന്നാലും ഞാൻ പറഞ്ഞു വന്നത് കീഴിപ്പോയി. യേശുവിനെ പോലെ ജീവനുള്ളതായ അവൻ്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവനുള്ളത് എന്ന പോലെ. അപ്പൊ യേശുവിന്റെ ജീവൻ മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കുന്നതായിരുന്നു. വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ മരിച്ചുകൊണ്ടിരുന്ന സ്ത്രീയിലേക്ക് ലൈഫാ വന്നത്, ജീവനാ വന്നത്. നീ കുറെ നാൾ ചേർന്നിരുന്നാൽ നിന്റെ അടുക്ക് വരുന്നവരിലേക്ക് വ്യാപരിക്കണ്ടേ? വ്യാപരിക്കണ്ടേ? നിന്നെ തൊടുമ്പോ, കൈ തരുമ്പോ, നീ ഒരു പ്രൈസിനോട് പറയുമ്പോ എന്തെങ്കിലും ഒരു പവർ നിന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്തെങ്കിലും ഒന്ന് നിന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് അറിയാനുള്ള ദൂത്, നമ്മളിൽ നിന്ന് ജീവൻ പുറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളിൽ നിന്ന് സൗഖ്യം പുറപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മറ്റൊരു വാക്യം കണക്ട് ചെയ്യാം. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ബാക്കി പറഞ്ഞേ, ജീവ ജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ യേശുവിൽ നിന്നുള്ള ആ ജീവൻ എന്നിലേക്ക് വന്നിട്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെയാണ് എന്നോട് ബന്ധപ്പെടുന്നവരിലെല്ലാം ജീവന്റെ വ്യാപാരം ഉണ്ടാകണം. ഞാനും നിങ്ങളും എവിടെ പോയാലും ജീവന്റെ വ്യാപാരമുള്ളവരായിത്തീരണം. നശിക്കുന്ന ഈ ലോകത്തിൽ, ആത്മഹത്യ പെരുകുന്ന ഈ ലോകത്തിൽ, വിവാഹമോചനം പെരുകുന്ന ഈ ലോകത്തിൽ ദൈവജീവന്റെ വ്യാപാരമുള്ള ആളുകൾ ഇതിനകത്ത് ഇന്നലത്തേക്കാൾ ജീവൻ ഇന്ന് വ്യാപരിക്കണം എന്നിൽ എന്നാഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിവാഹമോചനം വർദ്ധിക്കുന്നു. എന്താ ചെയ്യാനുള്ള വഴി? നമുക്കത് സാരമില്ലെന്നൊരു നിയമം കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട മാർപ്പാപ്പ പറഞ്ഞു, അങ്ങനെയുള്ളവരോട് കരുണയോടെ ഇടപെടണോ? പത്രത്തിൽ വാർത്തയാണ്. അതൊരു നല്ല കാര്യമാണ്, കരുണയോടെ ഇടപെടണം. എന്നാൽ ഇത് ഒരു സാധാരണ കാര്യമാക്കി തീർക്കാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ 8 എണ്ണം കഴിയും, മറ്റിടത്ത് 36 കഴിയും. ഇങ്ങനെ ഉള്ളിക്ക് പ്ലാനുണ്ട്. അവിടെയാണ് അപകടം. ഓരോന്നിനും ഓരോ കാരണം. പക്ഷെ ഇതിനെ നിസാരവൽക്കരിക്കുന്ന വർത്തമാനം നിർത്തണം. അതാണ് അപകടം. മറ്റേ സഭയിൽ 32 ഇവിടെ 2 വെടിയൊക്കെ വെച്ചിട്ടുണ്ട്. മുറികൾ ദുഃഖിതരെ വേദനിപ്പിക്കുകയല്ല ഞാൻ. ജെന്യൂനായിട്ട് വേദനിക്കുന്നവരുണ്ട് ഈ വിഷയത്തിലെന്നും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. നിരപരാധികൾ ഈ വിഷയത്തിൽ ദുഃഖിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു സാധാരണ കാര്യമാക്കി ദൈവസഭയുടെ മതിൽ ഇടിക്കരുത്. അങ്ങനെയുള്ള നിൽക്കുന്നവരെ കാണുമ്പോ മൂളിക്കൊടുക്കരുത്, കഴിക്കണം. കാണുമ്പോൾ ഡിവോഴ്സിന്റെ വക്കി നിൽക്കുന്നവരെ കാണുമ്പോ സാരമില്ല ബ്രദറെ, ഇപ്പൊ അങ്ങനെ ഉണ്ടെന്നല്ല പറയേണ്ടത്. ഇതൊരു പൈശാചിക ആക്രമണമാണ് ബ്രദർ, നമുക്ക് മുട്ടുകുത്താം, ദൈവം ഇതിനകത്ത് വിടുതലയക്കുമെന്ന് പറയുന്ന അഭിഷിക്തന്മാരാണ് ഇവിടെ എഴുന്നേറ്റ് വരേണ്ടത്.
അതിന് എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? മരണം വാഴുന്ന വീടുകൾക്കകത്ത് ജീവന്റെ വ്യാപാരവുമായി പോകാൻ ഇന്ന് പകൽ എത്ര പേര് ആരാധനയിൽ പ്രാർത്ഥിക്കും? ഒടുവിൽ സമയം കിട്ടത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. പക്ഷേ ഇതൊരു കോൺഫറൻസ് ആണ്, എനിക്കറിയാം. ഇന്നലെ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ വീട്ടിൽ മുറി പോയി എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു രാത്രി. 2 മണിക്കൂർ അതൊന്നും പറയുന്നത് നല്ലതല്ല. ഇപ്പൊ പ്രാർത്ഥിക്കാൻ പോവുക. വെറുതെ പരിപാടികൾ പിരിഞ്ഞു പോകരുത്. ഇവിടെ നിന്റെ വാക്കുകളിലൂടെ, പാട്ടിലൂടെ, സാക്ഷ്യത്തിലൂടെ, പ്രസംഗത്തിലൂടെ, പ്രസൻസിലൂടെ ജീവൻ വ്യാപരിപ്പിക്കുവാൻ, മറ്റുള്ളവരുടെ മുറിവുകളെ കെട്ടുവാൻ, മറ്റുള്ളവരുടെ യേശുവിനെ പോലെ ശക്തിയുടെ വാഹകരാകുക, ജീവന്റെ വാഹകരാകുക. നമ്പർ 2, യേശുവിനെ പോലെ വിശുദ്ധിയിൽ തികവ് പ്രാപിക്കുക. 1 പത്രോസ് 1-ാം അധ്യായം 14. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച് വിശുദ്ധമൊട്ടവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും ഞാൻ വിശുദ്ധരാകിയാൽ വിശുദ്ധരാകുകയും യേശുവിനെ പോലെ വിശുദ്ധി. എൻ്റെ ബൈബിൾ പ്രസംഗിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ അറിയോ? ഒരു പരിശുദ്ധനായ ദൈവം നമുക്കുണ്ട്. ഞാൻ അതിൻ്റെ മറുവശം പറഞ്ഞാൽ ഇത് ഇന്റർനെറ്റിലൊക്കെ പോകും. മറ്റു മതങ്ങളെ കുത്തിന്ന് പിന്നെ പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മറ്റു മതങ്ങളുടെ പഠനമെടുത്ത് ക്വാളിറ്റിയുള്ള ഒരു ഗുരുവുണ്ടോ? എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു വാക്കുവാറുണ്ട്. അത്ര പറയുന്നു. എന്നാൽ യേശു പരസ്യമായിട്ട് ചോദിക്കുന്നത് ആർക്ക് കുറിച്ച് ബോധം വരുത്താം. കൂട്ടത്തിൽ 12 ചെറുപ്പക്കാർ 3.5 കൊല്ലം കൂടെ നടന്നു. അപ്പൊ ആളാരാന്ന് പിടികിട്ടൂല്ലോ, ഇല്ലേ? 1 കൊല്ലം കൂടെ നടന്നു കഴിയുമ്പോൾ പിന്നെ നടക്കുന്നില്ലല്ലോ പലരും. മനസ്സിലായി കാണും. നമ്മൾ ആളുകാരായിരിക്കണം. വീട്ടിലും കൂടെ നടക്കുന്നവർക്ക് രഹസ്യം അറിയാം. കൂടെ നടക്കുന്ന ഒരു പദമാണ് അതിന്റെ അർത്ഥം. സംതിങ് റോങ്. യേശുവിന്റെ കൂടെ 12 കൊല്ലം നടന്നറിയാം. ഇവന് മരിച്ചാലും കുഴപ്പമില്ലെന്ന്. അതുകൊണ്ടല്ല യേശുവിന്റെ ഉയർപ്പിനേക്കാൾ എന്നെ ബലപ്പെടുത്തുന്ന സംഗതി ശിഷ്യന്മാരുടെ മരണമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. യേശു ഉയർപ്പിനേക്കാൾ എന്നെ ചലഞ്ച് ചെയ്യുന്ന ഘടകം അപ്പോസ്തലന്മാർ മരണമാണ്. കാരണം ഈ തെരുവിലിട്ട് ഇതുപോലെ തല്ലിക്കൊന്ന് ഈ മനുഷ്യന് വേണ്ടി മരിക്കാൻ ഈ അപ്പോസ്തലന്മാർ തയ്യാറായെങ്കിൽ അവർക്കറിയാം ശവക്കുഴിക്ക് അപ്പുറത്ത് കടന്നു പോകുന്ന ഒരു പ്രത്യാശ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ആരാധിക്കണമെന്നുണ്ട്, പക്ഷെ വചനം പറയണമല്ലോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. വിശുദ്ധി എല്ലാ നടപ്പിലും അതിന് സ്കെയില് വേണ്ടേ? യേശു ആ സ്കെയില്. ഈ ലേഖനം വായിക്കും എന്നെ കൂടെ ചിന്തയും വരുന്ന ഭാഗമായിട്ട് ഒന്ന് സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും,
എല്ലാം നുണയും നീക്കിക്കളഞ്ഞു. വീണ്ടും ജനിച്ച് സ്വർഗ്ഗത്തിൽ പേരെഴുതിയ ദൈവമക്കളോട് പറയുക, ഒന്നാം അധ്യായം വായിച്ചാൽ അവർ രക്ഷിക്കപ്പെട്ടവരാണ്, അഗ്നിശോധനയിലൂടെ പോകുന്നവരാണ്, വചനത്താൽ ജനിച്ചവരാണ്, വിശുദ്ധന്മാരാണ്, ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ഗ്രൂപ്പാണ്. പക്ഷേ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം ഉണ്ട് താരം എടുക്കാൻ പോവാ. ഇതെന്ത് ചെയ്യണം? നീക്കണം. കർത്താവെ നീക്കി തരണേ എന്ന് പറഞ്ഞിങ്ങനെ ഉഴപ്പം വരിക. നീക്കണം. ഈ രാവിലെ എഴുന്നേറ്റ് ഷേവ് ചെയ്യാന്ന് പറഞ്ഞൊരു ജോലിയാണ്. ഉച്ചയാകുമ്പോൾ തിരിച്ചു വരും. ഉച്ചയാകുമ്പോൾ തിരിച്ചു അതുകൊണ്ടാണ് ചിലതിൽ അങ്ങ് ഇരുന്നോട്ടെന്ന് വെക്കുന്നത്. കുറ്റം പറഞ്ഞല്ല കേട്ടോ, സൗകര്യമാണ്. എന്നാൽ നമ്മൾ ഇനിയിപ്പോൾ അത് ചെയ്യാൻ പോയ ബുദ്ധിമുട്ടാണ്. ഇതൊരു പണിയല്ലേ, ഇതുപോലെ തന്നെയാണ് ഈ കൈക്കല്. നോക്കിയാൽ തിരിച്ചു വരും. ദുഷ്ടത, ചതി, അസൂയ, പിണക്കം. നമ്മൾ ഏതാണ്ടൊക്കെ നീക്കിയെന്ന് അഭിമാനിക്കുന്നവരാണ്. മനസ്സിലാക്കാമോ? ഏതാണ്ടൊക്കെ നീക്കിയെന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നീക്കേണ്ടത് ഇതാ സ്വഭാവം. അതെ തൊട്ടിട്ടില്ല. ഏതാണ്ടൊക്കെ നീക്കി എന്നിട്ട് അവാർഡ് എടുത്തിരിക്കുക. എന്തൊക്കെയാ പറയുന്നത്? സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാം വിശുദ്ധിയുടെ സ്റ്റെപ്പാണ്. നീക്കിയിട്ട് വചനമായമില്ലാത്ത ഒരാളെ ക്ലാസ് എടുത്തിട്ട് ഈ കഥ കുടിച്ചാൽ എങ്ങനെയുണ്ടെന്നുള്ളത് കാണാനിപ്പോൾ എന്നും പോകണ്ടല്ലോ, നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. കുടിച്ച് നല്ല സമർത്ഥരാണ്, പക്ഷെ നീക്കിയിട്ടില്ല. അപ്പൊ സ്വഭാവം മാറാതെ വേദപുസ്തക പഠനം നടത്തിയാൽ എന്ത് സംഭവിക്കും? ഒരു മരുന്നും ഏക്കാതെ ഈ വേദപുസ്തകത്തിന്റെ പഠനം തല വലുതാക്കാനാണോ ജീവിതം മാറ്റപ്പെടുത്താനാണോ? വേദപുസ്തകത്തിന്റെ ജ്ഞാനം മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയാണ് വായിക്കുന്നത്. ഞാൻ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഒരാളെന്നോട് പറയാ, എല്ലാവർക്കും നല്ലോണം കിട്ടിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കിട്ടിയില്ലെന്നല്ലേ. അപ്പൊ വല്ലവർക്കും കിട്ടുന്നുണ്ടോന്നാ ഇതിനിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ഉദാഹരണമായി മോട്ടോർ സൈക്കിൾ എങ്ങനെ വീണ ഉദാഹരണം. മോട്ടോർ സൈക്കിളിൽ നിന്ന് രണ്ടുപേര് വീണു. വലത്തോട്ട വലത്തേക്കാരാണ് ഓടിഞ്ഞ് പ്ലാസ്റ്റിക് 3 മാസം കിടന്നു. പക്ഷെ ഒരു ചെറിയ ചട്ടമുണ്ട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, പുനലൂർ കൊണ്ടുപോയാൽ തിരുമ്മും, സൂപ്പർ തിരുമാവും. രണ്ടുപേരൂടെ പോയി. ഒന്നാമത്തെ ആൾ അകത്തോട്ട് പോയി. ചവിട്ടി തിരുമല്ലേ, ഭയങ്കര വേദന. അവൻ തീരുമാനം എടുത്തു. മണ്ട. പക്ഷെ വന്നു പോയില്ലേ. മറ്റവനെ ഇറങ്ങി വന്നപ്പോൾ ഇവ ചേച്ചി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. കുഴപ്പമില്ല. ഇവനകത്തോട്ട് പോയി. ഇവൻ കേൾക്കാൻ മണ്ടിയിലിരിക്കുക. ഇവനോട് അക്ഷരം വേണ്ടിയില്ല. തിരിച്ചറിഞ്ഞു വന്നപ്പോൾ പറയാമോ ഇവിടുന്ന് പോട്ടെന്ന് പറഞ്ഞു. പോയ വഴി ചായക്കട കയറി. ചായ കുടിക്കുന്നിടയ്ക്ക് ഉള്ള സത്യം പറ, നിന്നെ തിരുമിയില്ലേ? തിരുമി. ഇതെന്നെ കരയാൻ ഞാൻ ഇടത്തെ കാലം വർഷങ്ങളെൻ്റെ ഇടത്തെ കാലം കാണിച്ചുകൊണ്ടിരിക്കുക. മറ്റവൻ്റെ ഞോണ്ട് മാറി ഇപ്പോഴില്ല. എന്നെ പ്രാർത്ഥിക്കാറുണ്ടോ? ഇന്ന് പകലിൽ വിശുദ്ധിക്ക് വേണ്ടി കൊതിക്കുന്ന എത്ര പേരുണ്ട് ഈ യോഗത്തിൽ? എന്നെ തിരുത്തണമേ കർത്താവേ. ഞാൻ ചോദിക്കുക, വിശ്വാസി വചനം കേൾക്കുന്നുണ്ട്,
നമ്മൾ ഈ പ്രാർത്ഥിക്കുമല്ലോ വചനത്തിന് മുമ്പ് ആയുസ് കേൾക്കാത്ത വചനം പറയണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അന്നേരം നമ്മുടെ വയറ്റ് വേദനയാണ്. കാരണം ആയുസ് കേൾക്കാത്തൊന്നും പറയാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. നമ്മൾ എന്തിനാണ് വചനം കേൾക്കുന്നത്? ഇൻഫർമേഷന് വേണ്ടിയാണോ? എന്റർടൈൻമെന്റിന് വേണ്ടിയാണോ? തിരുത്താനല്ലേ? എന്തിനാ വചനം കേൾക്കുന്നത്? എനിക്ക് അറിയാമെന്ന് ചോദിക്കുക. നമുക്ക് രൂപാന്തരം വരാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ വചനം കേൾക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ എന്ന് പറയും, എന്റെ പൊന്നു കർത്താവേ, എന്നെ തിരുത്താനുള്ള ഒരു ദൂത്, എന്നെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ദൂത് എനിക്ക് തരണേ. അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നീക്കാതെ ഇങ്ങനെ കളിച്ചാലോ? നീക്കാതെ കളിച്ചാൽ രോഗം മാറുകയില്ല. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡോക്ടറെ കാണാൻ പോയി. 120 കിലോ ഉള്ള ആളാ. ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാകും. എൻ്റെ പൊന്നു സാറേ, കുറച്ചേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ അനുസരിക്കാമോ? അനുസരിക്കാം. 2 മരുന്നേ ഉള്ളൂ. പിന്നെ ഒരു ഭക്ഷണ നിയമം ഉണ്ടെന്ന് പറഞ്ഞോളാം. മരുന്ന് എഴുതി, ഭക്ഷണക്രമം എഴുതി. രാവിലെ ഒരു ചെറിയ പഴത്തിൻ്റെ പകുതി, ഉച്ചയ്ക്ക് 1 സ്പൂൺ ചോറും ഇച്ചിരി പച്ചിലയുടെ ഇല, പച്ചില, വൈകിട്ട് 2 ചപ്പാത്തി, അരപ്പഴം. 1 മാസം കഴിച്ചിട്ട് വിവരം പറയുന്നു. 1 മാസം കഴിച്ച് വന്ന വഴി ലാശം കയറ്റി നിർത്തി. ഇപ്പം 128 കിലോ. ഞാൻ പറഞ്ഞ ഭക്ഷണം കഴിച്ചു. എങ്ങനെയാണ് ഭക്ഷണത്തിന് ശേഷം ഞാൻ തന്ന ഭക്ഷണം അതും ഭക്ഷണത്തിന് ശേഷം സാധാരണ കഴിച്ച് ഓരോ അതാ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്റർനെറ്റ് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് കഴിയും. പരദൂഷണോ കുശുമ്പും കുഞ്ഞായ്മയും കഴിഞ്ഞിട്ട് ഇത് കഴിക്കും. എന്നിട്ട് എന്നാ മീറ്റിംഗ് നിനക്കെല്ലാം കൊള്ളാം. നല്ലതാണ്. പക്ഷെ ഏറ്റില്ല. ഇതൊന്നും ഏൽക്കുകയില്ല. കാരണം നീക്കുന്നില്ലോ. വിശുദ്ധിയിൽ യേശുവിനെ പോലെയാകാൻ എത്ര പേര് ഇന്ന് രാത്രി ഇന്ന് പോലെ സമർപ്പിക്കും? ദൈവാത്മാവ് ഹൃദയത്തോട് ഇങ്ങനെ പതുക്കെ ഇടപെടുന്നില്ല. ഒരു തിരുത്തൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? രണ്ടാമത്തെ ദൂതിന്റെ 2ാം പോയിന്റ് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എനിക്കൊരു തിരുത്തൽ വേണം. നമുക്കിനി എത്ര ദിവസം ഉണ്ട് പ്രിയപ്പെട്ടവർ? നമ്മൾ കർത്താവിന്റെ തിരുമുമ്പിൽ നിൽക്കാൻ പോകുമല്ലേ? നമുക്കൊരു മാറ്റം വേണ്ടേ? ഒരു തിരുത്തലിന് എത്ര പേര് സമർപ്പിക്കും? തിരുത്തലിന് പവറിന്റെ കാര്യം ആദ്യം പറഞ്ഞു. അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ കാര്യം എത്ര പേരുണ്ട്? എനിക്കൊരു തിരുത്തൽ വേണം. അങ്ങനെയുള്ളവരുടെ കൈ വെച്ച് സ്വർഗത്തിൽ ഭൂമിയിൽ അധികാരം ശേഷിയുള്ള നാമത്തിൽ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ തിരുത്തേണ്ട മേഖലകളെ പരിശുദ്ധാത്മാവ് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുമാറാകണമേ. തിരുത്തുവാൻ യേശുവിന്റെ നാമത്തിൽ തന്നെ കരങ്ങളടിച്ചതിന്റെ മഹത്വം കൊടുത്താണ്. യേശുവിനെ പോലെ 3ാമത്തെ കാര്യം 4-1 ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ക്രിസ്തുവിനെ പോലെ ആകണം. ക്രിസ്തു മൂലക്കല്ലാണെങ്കിൽ നമ്മളെ പോലെ ആകണം. അതായത് മൂലക്കല്ല് ഇരുമ്പ് കൊണ്ടും മറ്റേ കല്ല് കല്ലുകൊണ്ടുമല്ല. മൂലക്കല്ല് കല്ലുകൊണ്ടാ, മറ്റേ കല്ല് കല്ലുകൊണ്ടാ. ഷേപ്പേ മാറുന്നുള്ളൂ, വർഗം മാറുന്നില്ല. ദൈവപുത്രൻ മനുഷ്യനായി വന്നത് നമ്മളെ ദൈവമക്കളാക്കാനല്ലേ? അല്ലേ? ഞാൻ ഉപദേശം പറയുകയല്ലെന്ന് സീനിയർ ലീഡേഴ്സിനെ എഴുതിക്കൊണ്ട് പറയത്തില്ല. എന്നാലും കേട്ടോണം. സിംഹത്തിന്റെ കുട്ടി സിംഹമോ പൂച്ചയോ? അവനെ കേൾക്കൊണ്ട് നമ്മുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അത് 2 കൂടി മക്കളാണോ? മക്കളാ. ഇപ്പൊ വർഗമാറ്റം ഉണ്ടല്ലേ? ഇപ്പോഴല്ല. ഈ വിശുദ്ധിയിൽ നീ വളർന്ന അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് അവന്റെ തൊട്ട് താഴെ നിൽക്കുമെന്നാണോ?
അല്ല അവനോട് നമ്മൾ എവിടേക്കാ പോകുന്നത്? എന്തിനാ ഈ ജീവനുള്ള കല്ലിനോട് നമ്മളെ ചേർത്ത് വെച്ചത്? കല്ലിന്റെ മാറിയതേ ഉള്ളൂ. കല്ലെല്ലാം ഒരേ ഡിപ്പാർട്ട്മെന്റ്, ഒരേ കല്ലായത്. നാം അവനെ പോലെ ആകും, നാം അവനോട് സദൃശന്മാരാകും. അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ജീസസ്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിന്റെ അർത്ഥം ഒന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കാം. ജീസസ് ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും അവൻ തന്നെ ആയുധമായി ധരിപ്പിക്കും. എന്ത് ധരിക്കണം എന്നൊക്കെ പറയാമോ? മനോഭാവമാണ് നമ്മുടെ ആയുധം. ഏത് മനോഭാവം? ക്രിസ്തു കഷ്ടത്തിലൂടെ പോയപ്പോഴുള്ള ക്രിസ്തുവിന്റെ മനോഭാവം നിന്റെ ആയുധമാണെങ്കിൽ നീ നോക്കുകയില്ല. അപ്പൊ കഷ്ടത്തിലൂടെ പോയപ്പോൾ ക്രിസ്തുവിന്റെ മനോഭാവം എന്താ? കുരിശിന്റെ ചുവട്ടിൽ നിന്നും ചെവി ഓർത്തേ, പിതാവേ ഇവർ ചെയ്യുന്നത് അറിയാത്തത് കൊണ്ട് ക്ഷമിക്കണമേ. ഞാൻ വായിച്ചു കഥ പറയാം. അതേ അതൊരു ചിന്തയാ. ഞാൻ ഏതോ വരിയിൽ എഴുതിയിരുന്നു. ഒരു എഴുത്തുകാരൻ പത്രത്തിലെ സൺഡേ ഞായറാഴ്ചത്തെ പതിപ്പിൽ ധ്യാനം എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം ഒരു ദിവസം വ്യാഴാഴ്ച രാവിലെ എഴുതാനായിട്ട് എഴുത്തുപണിയായിട്ടിരിക്കുക. ഫ്രണ്ടിൽ ഒരു തോട്ട് കിട്ടുന്നില്ല, ഒരു ചിന്ത കിട്ടുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോ പുള്ളിയുടെ ഫ്രണ്ടിലത്തെ പൂന്തോട്ടം ഭയങ്കര കാശ് മുടക്കി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന അത് ചവിട്ടി കൂട്ടുക ഒരു മനുഷ്യൻ. എഴുത്തുപലക അവിടെ ഇട്ട് ചോടിച്ചെന്ന് അയാളെ കഴുത്തിന് പിടിച്ച് തള്ളി റോഡിലേക്ക് തള്ളിയിട്ടു. അയാൾ അവിടെ വീണ് കിടന്നുകൊണ്ട് പറഞ്ഞു, സാറേ എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചിട്ട് റോഡ് ഏതാണെന്ന് കാണിച്ചതെന്ന് ഞാൻ പൊക്കോളാം. അയ്യോ അതിനെ 2 കണ്ണും കാണാത്ത ആളാ. വഴി തെറ്റി വന്ന് പൂന്തോട്ടത്തിൽ കയറിയതാണ്. പുള്ളി അയാളെ ക്ഷമ എഴുതി പൂന്തോട്ടം നശിപ്പിക്കുന്നവർ അന്ധന്മാരാണ്. ആരെങ്കിലും എന്നെ കല്ലെറിഞ്ഞാൽ മതി, ടോപ്പിക്ക് കിട്ടും. ആ പൂന്തോട്ടം ചവിട്ടിയപ്പോഴല്ലേ മെസ്സേജ് കിട്ടിയത്? കഴിഞ്ഞ നാളിൽ നിന്റെ പൂന്തോട്ടം ചിലർ നശിപ്പിച്ചു ഇല്ലേ? നിന്റെ മിനിസ്ട്രി ആരാണ്ട് ചാറുവാരി എറിഞ്ഞു ഇല്ലേ? കരിയോയിൽ തേച്ചു. പക്ഷെ അതിനകത്തോടെ ദൈവം നിനക്കൊരു തൂത് തന്നിട്ടുണ്ട്. ഇനിയും നിശ്ചയം അനുഭവിച്ച വേദനകൾക്കകത്താ പുത്തൻ ദൂതുകൾ ഇരിക്കുന്നത്. അനുഭവിച്ച വിഷമങ്ങൾക്കകത്താ വെളിപ്പാടിരിക്കുന്നത്. മനോഭാവം കഷ്ടം അനുഭവിച്ചപ്പോഴത്തെ മനോഭാവം. നിന്റെ ഇത് പ്രസംഗിക്കാൻ തുടങ്ങിയ പിന്നെ എന്റെ മനോഭാവം എങ്ങനെയുണ്ടെന്ന് അറിയാൻ സാത്താൻ പല പരിപാടി നോക്കി. പത്രോസിന്റെ ലേഖനം തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങി. അറിയാൻ എന്തോരം വിജയിച്ചിട്ടുണ്ടെന്ന് അറിയാൻ ആഴ്ച പരീക്ഷ വരും. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരുന്നത് ഒറ്റ പോയിട്ട് പറഞ്ഞിടത്താണ് പ്രതികരണം ക്രിസ്തുവിനെ പോലെ, പവറിൽ ക്രിസ്തുവിനെ പോലെ, വിശുദ്ധിയിൽ ക്രിസ്തുവിനെ പോലെ, മനോഭാവം ക്രിസ്തുവിനെ പോലെ, പ്രതികരണം ക്രിസ്തുവിനെ പോലെ. 1 പത്രോസ് 3:9 ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. പ്രതികരണം പ്രീ പ്ലാൻഡ് അല്ല. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് അങ്ങോട്ട് നടക്കുന്നത് മാത്രമേ പിന്നെ പിന്നെ നമ്മുടെ കയ്യിൽ പോയി. Every actions are pre-planned, but reaction. പ്രതികരണം നമ്മൾ പ്ലാൻ ചെയ്യാൻ പെട്ടെന്ന് വരുന്നു. ഇതിനെ വളരെ യേശുവിനോട് ഷെയർ ദോഷം ശകാരം
ഇത് ബ്ലഡിലുണ്ട്. അല്ലെങ്കിൽ 6 മാസമായ കൊച്ചിനെ ഒന്ന് കണ്ണ് ഇങ്ങനെ നീട്ടി കാണിച്ച് അത് അതുപോലെ ഇങ്ങോട്ട് കാണിച്ചു മതി. 6 മാസം മതി. നാക്ക് നീട്ടി കാണിച്ച് അതുപോലെ കാണിച്ചു. ദോഷത്തിന് ദോഷം ബ്ലഡിലുണ്ട്. ട്രെയിനിങ് കൊടുക്കണം. ട്രെയിനിങ് ഇല്ലാതെ നടക്കുന്ന കാര്യമാണ് ഒരാൾ ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കണമെന്ന് നമ്മൾ ഇന്ന് വരെ പിള്ളേരെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ മോനെ എന്നേക്കാൾ വലുതാ, ഇച്ചിരി വണ്ണമുണ്ട്, ഒരുപാടില്ല. ഇപ്പൊ 7 പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ പിള്ളേരിങ്ങനെ ഇടിക്കുക. നിന്റെ പുറം നല്ല വലുതാണ്, നല്ല രസമാണ്. 2-3 ദിവസം ഇടിക്കൊണ്ട് വീട്ടിൽ വന്ന് മമ്മിയോട് പറഞ്ഞു, പപ്പ പറയുന്ന തിയോളജി കൊണ്ട് സ്കൂളിൽ പോകാൻ ഒക്കെയല്ല, ഇനി ഇടിച്ചാൽ ഞാൻ എന്നാ ചെയ്യണമെന്നില്ല. അമ്മ പറഞ്ഞു, മോനെ ദൈവത്തെ ഓർത്ത് നീ ഇടിക്കരുത്. ഒന്നാമത്തെ കാര്യം, നീ ഇടിച്ച ആളുടെ നിന്റെ പപ്പായുടെ അതുകൊണ്ട് നീ ക്ഷമിച്ച് ഞാൻ വരാവുക. അങ്ങനെ എൻ്റെ ഭാര്യ അവിടെ ചെന്ന് ഇടിക്കുന്നവനെ കണ്ടു. അവനൊരു കൊതുക് പോലെയാണ്. എന്നാൽ അവനെ കൈകാര്യം ചെയ്തു. പിന്നെ ഇടിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ചെറുക്കൻ വീട്ടിൽ പറയുക, ഞാൻ 2 പ്രാവശ്യം ഓർത്തതാണ് കണ്ടോ. അപ്പൊ ഇതൊരു ബ്ലഡിലുണ്ട്. രക്തം ജയം ഗ്ലോറി എന്നൊക്കെ പറഞ്ഞാൽ ദോഷത്തിന് ദോഷം, ശകാരന്റെ ശകാരം. ഇതുണ്ടോന്ന് അറിയണേ യോഗം തന്നെ വരും. പക്ഷെ ഞാൻ തിരിച്ചങ്ങനെ ചെയ്യരുത്. എന്തുകൊണ്ട്? അവൻ നല്ലവനായതുകൊണ്ടല്ല, എൻ്റെ വിളി ഏതായതുകൊണ്ടല്ല. അതാ വിഷയം. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ. നീ എന്തിനു വിളിക്കപ്പെട്ടവനാണ്? ശപിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരൊക്കെ ശപിച്ചോണം, മറക്കരുത് കേട്ടോ. ശപിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരൊക്കെ ശപിച്ചോണം, അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരൊക്കെ അനുഗ്രഹിച്ചോണം. ഒന്ന് കൈ ഉയർത്തി പിടിച്ചു ഒരു ചെറിയ ഇത് പറയണേ. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായി. വളരെ വളരെ നന്ദി, വളരെ വളരെ നന്ദി. ഈ പ്രാവശ്യത്തെ കോൺഫറൻസിൻ്റെ അക്കോമഡേഷനും കാര്യങ്ങളിലെല്ലാം അഭിനന്ദനാർഹമാണ്. ഞങ്ങളെ കുടുംബമായിട്ട് നിങ്ങൾ ചെയ്ത എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി. കൂടുതൽ ദിവസം ലഭിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. പെട്ടെന്ന് മടങ്ങി പ്രാർത്ഥിക്കുക. വളരെ നന്ദി. ഗോഡ് ബ്ലെസ് യു.